ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ബോക്സ് നിറച്ച മുട്ടായിയുടെ കവറുമായിട്ടാണ്. ഇതിപ്പോൾ എന്ത് മുട്ടായി ആണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ അത്യാവശ്യം വിലയുള്ളൊരു മുട്ടായി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇത് കുറച്ച് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് കുറച്ച് അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ചായി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രാഫ്റ്റ് റൂം ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചെറിയ ഒതുക്കിപ്പറക്കൊക്കെ നടത്തിയപ്പോഴാണ് ഇതൊരു ബോക്സ് ഇരിക്കുന്നത് തന്നെ എനിക്ക് ഓർമ്മ വന്നത്. ഇത് കളക്ട് ചെയ്തത് എപ്പോഴാണെന്നുള്ളത് പോലും ഓർമ്മയില്ല, ഒരുപാട് നാളായി കളക്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവം, പിന്നെ ചോക്ലേറ്റ് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു ഗോൾഡൻ കളർ ഫോയിലില്ലേ, അതും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ കാണിക്കുന്നത്. 2 എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൂട്ടുക, എന്നിട്ട് നടുക്ക് നമ്മുടെ ടിഷ്യൂ എന്തെങ്കിലും ഒന്ന് ചുരുട്ടിയിട്ട് നമ്മുടെ ആ ഒരു ഗോൾഡൻ റാപ്പിലും കൂടെ പൊതിഞ്ഞ് ഇതിൻ്റെ നടുക്കൊട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറായി. ഇതേപോലെ പണ്ട് ഞാനൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുക്കീസിൻ്റെയൊക്കെ ലൈനർ അല്ലെങ്കിൽ കപ്പ് കേക്കിൻ്റെയൊക്കെ ലൈനർ ഇല്ല, അത് വെച്ചിട്ട് ഒരു ബഞ്ചായിട്ടൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ആദ്യ സമയത്താണ്, എനിക്ക് തോന്നുന്നു അതൊരു 3rd വീഡിയോ മറ്റോ കണ്ടാണെന്ന് തോന്നുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അതൊക്കെ. ശരിക്കും ഈ ഒരു ചോക്ലേറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഗുമ്മൊന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ തിരിച്ചു കടിക്കാത്ത എന്തും പോകുന്ന ഒരു കാറ്റഗറിയിലും ഉള്ള ആളായതുകൊണ്ട് കഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ അത്ര ഒരു ഇഷ്ടമുള്ള ഒരു ഭയങ്കര ഫേവറേറ്റ് എന്നൊന്നും പറയാനില്ല. ചില ആളുകൾക്ക് ഇത് ഭയങ്കര ഫേവറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ, വെള്ള കളറിൽ എന്തും. എനിക്ക് വൈറ്റ് ടോബ്ലറോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ആ ഒരു ഫ്ലവർ കഴിഞ്ഞു. ഇനി ഈ സെയിം ചോക്ലേറ്റ് റാപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന വേറൊരു ക്രാഫ്റ്റ് ആണ്, അതും ഫ്ലവർ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഓരോ റാപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൂട്ടി കഴിഞ്ഞാൽ സംഭവം റെഡി. ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ കവർ ഇല്ലയെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കൊന്നും വേണ്ട. ക്രേപ്പ് പേപ്പർ ഇതേപോലെ വട്ടത്തിലെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബോളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് പണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ഇങ്ങനെ സഞ്ചിക്കകത്ത് പല കളറിൽ ഒരു 50 ബോളൊക്കെ കാണൂലേ, അങ്ങനെ ഒരു ബോളിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നമ്മളൊരു ബാർബിക്യൂ സ്റ്റിക്ക് കുത്തി കയറ്റിയിട്ട് നമ്മുടെ ഈ ഒരു പെറ്റൽസ് എല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ബോളിൻ്റെ ബേസ് കാണാത്ത രീതിയിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അത്ര തിക്കാക്കാനുള്ള ഒരു പെറ്റൽസ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു 3 ഫ്ലവർ ഇല്ലേ, അത് ഞാൻ പറിച്ചെടുത്തിട്ട് അതും ഇതിനകത്തോട്ട് കയറ്റി. അപ്പോഴാണ് അത്യാവശ്യം ഒന്ന് തിക്കായത്, അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ കളറെല്ലാം നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ലീഫായിട്ട് ഞാൻ നമ്മുടെ ബ്രൗൺ പേപ്പർ ബാഗ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് 2-3 ലീവ്സ് കൂടെ ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഒരു ഫ്ലവർ ബഞ്ചിന്റെ കൂട്ടത്തിൽ വെക്കുമ്പോൾ മൊത്തത്തിലെല്ലാം കൂടെ നല്ല ഗുമ്മായിട്ടുണ്ടേ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാല്ലാ ട്യൂസ്ഡേ വരാം. ബൈ.